നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ അനു ആൻ്റണി വർഗീസ്. ഞാൻ ജൂബിലി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ സർജറി ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നതാണ്. കൺസൾട്ടൻറ്റ് സർജനാണ്. നമ്മളിന്ന് സംസാരിക്കുന്ന വിഷയം തൈറോയിഡ് അതുമായിട്ട് അനുബന്ധിച്ചിട്ടുള്ള രോഗാവസ്ഥയ്ക്ക് സർജിക്കൽ മാനേജ്മെൻറ്റിനെ കുറിച്ചാണ്. സാധാരണഗതിയിൽ കഴുത്തിൻ്റെ മുൻഭാഗത്തായിട്ട് പൊതുവേ കാണപ്പെടുന്ന ഒരു ഓർഗനാണ് അല്ലെങ്കിൽ ഒരു ഗ്ലാൻഡാണ് തൈറോയിഡ് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലുള്ള ഒരുപാട് മെറ്റബോളിക് ആക്ടിവിറ്റീസിനെ ഏകോപിപ്പിക്കുക എന്നുള്ളതാണ് ഈ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രധാന ചുമതല. അതിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ഹോർമോൺസിൻ്റെ ചുമതല. 3 കാരണങ്ങൾ കൊണ്ടാണ് തൈറോയിഡിന് നമ്മൾ ശസ്ത്രക്രിയ തീരുമാനിക്കുന്നത്. ഒന്ന്, ആ തൈറോയിഡ് സെൽസിന് എന്തെങ്കിലും ഒരു ക്യാൻസറസ് ചേഞ്ച് വരികയാണെങ്കിൽ, തൈറോയിഡ് മാലിഗ്നൻസി ആണെങ്കിൽ അത് ഒരു സർജിക്കൽ ഇൻഡിക്കേഷനാണ്. രണ്ടാമത്, തൈറോയിഡിനുണ്ടാകുന്ന മുഴകൾ കൊണ്ട് അധികമായിട്ട് ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്ന ഒരവസ്ഥ, ഹൈപ്പർ തൈറോയിഡിസം. അത് പല അവസരങ്ങളിലും മറ്റ് ട്രീറ്റ്മെൻറ്റ്സ് പരാജയപ്പെടുമ്പോൾ സർജിക്കൽ ഇൻഡിക്കേഷനായിട്ട് കൺസിഡർ ചെയ്യും. മൂന്നാമത്തത്, ഈ തൈറോയിഡിൻ്റെ അതിൻ്റെ സൈസ് ഒരുപാട് വർദ്ധിക്കുമ്പോൾ അത് തൊട്ടടുത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിനെ കംപ്രസ് ചെയ്യും. അതിനെ പ്രഷർ സിംറ്റംസ് എന്ന് പറയും. ഒരുപക്ഷെ അത് വായു, നമ്മുടെ ശ്വാസം കൊണ്ടുപോകുന്ന ട്രക്കിയ ആവാം, അല്ലെങ്കിൽ ആഹാരം കഴിക്കുന്ന അന്നനാളം അല്ലെങ്കിൽ ഈസോഫാഗസ് ആകാം. ഇതിനെയൊക്കെ കംപ്രസ് ചെയ്യുന്ന പ്രഷർ സിംറ്റംസ് ഉണ്ടെങ്കിലും നമ്മളത് സർജിക്കൽ ഇൻഡിക്കേഷനായിട്ട് കൺസിഡർ ചെയ്യും. നമുക്ക് വളരെ നാളുകളായിട്ട് കഴുത്തിന് മുന്നിൽ ഒരു വലിയ മുറിവുണ്ടാക്കി ചെയ്യുന്ന ഓപ്പൺ ശസ്ത്രക്രിയ മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. സാധാരണഗതിയിൽ ഒരു 20 വയസ്സ് അല്ലെങ്കിൽ 30 വയസ്സുള്ള സ്ത്രീകളിലാണ് കൂടുതലായിട്ടും സർജറി ആവശ്യമായിട്ടുള്ള തൈറോയ്ഡ് മുഴകൾ കാണുന്നത്. ഇതിൻ്റെ പ്രധാന പോരായ്മയായിട്ട് കാണുന്നത് ജീവിതകാലം മുഴുവൻ കഴുത്തിന് മുന്നിൽ ഒരു വലിയ സ്കാർ, ഒരു മുറിപ്പാടുണ്ടാകുമെന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ നമുക്ക് അതിന് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കീഹോൾ അല്ലെങ്കിൽ എൻഡോസ്കോപ്പിക് തൈറോയിഡ് സർജറി എന്ന ചികിത്സ അവൈലബിൾ ആണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതൊരു മിനിമലി ഇൻവേസീവ് കീഹോൾ പ്രൊസീജിയറാണ്. കഴുത്തിന് മുന്നിൽ ഉണ്ടാകുന്ന മുറിപ്പാട് ഈ ഒരു ശസ്ത്രക്രിയയിൽ ഉണ്ടാകുന്നില്ല. നമ്മളുടെ കഴുത്തിൻ്റെ 2 സൈഡിലും അല്ലെങ്കിൽ നെഞ്ചിൻ്റെ പാർശ്വ വശങ്ങളിലൂടെ 5 മില്ലിമീറ്ററിൻ്റെ ചെറിയൊരു സുഷിരമുണ്ടാക്കി ഒരു ക്യാമറ അകത്ത് വെച്ചിട്ട് അതുവഴിയാണ് നമ്മൾ ഈ തൈറോയ്ഡ് ശസ്ത്രക്രിയ ചെയ്യുന്നത്. ഇതിൽ പാടുണ്ടാകുന്നില്ല എന്നുള്ള അഡ്വാൻറ്റേജ് കൂടാതെ തൈറോയിഡിനോട് ചേർന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരാതൈറോയിഡ് ഗ്ലാൻഡ്, അത് നമ്മുടെ ശബ്ദത്തിൻ്റെ ടോണിനെയും അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ പിച്ചിനെയൊക്കെ നിയന്ത്രിക്കുന്ന റിക്കറൻറ്റ് ലാറിഞ്ചൽ നെർവ്, ഇതൊക്കെ വളരെ വ്യക്തമായിട്ടും മാഗ്നിഫൈ ചെയ്തും നമുക്ക് ഈ എൻഡോസ്കോപ്പിക് വ്യൂവിൽ കാണാൻ പറ്റുന്നത് കൊണ്ട് ടോട്ടൽ തൈറോയിഡക്ടമി പോലെയുള്ള അഡ്വാൻസ് പ്രൊസീജിയർ ചെയ്യുമ്പോൾ ഈ പാരാതൈറോയിഡിനോ അല്ലെങ്കിൽ നെർവിനോ ഉണ്ടാകുന്ന ഡാമേജ് വളരെയധികം കുറയ്ക്കാനും സാധിക്കുന്നു. പേഷ്യൻ്റ് യങ് ഏജ്, ഫീമെയിൽസ്, മാരേജിനൊക്കെ മുമ്പ് കഴുത്തിന് മുന്നിലുള്ള വലിയൊരു സ്കാർ അവോയ്ഡ് ചെയ്യാനായിട്ട് വളരെയധികം സഹായകമാകുന്ന ഈ എൻഡോസ്കോപ്പിക് തൈറോയിഡ് സർജറി നമുക്ക് ജൂബിലി ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണ്.